അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഖാൻ കരിക്കോട് സാറിൻ്റെ വളരെ വിജ്ഞാനപ്രദമായ ഒരുപാട് അമൂല്യമായ അറിവുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പല ചാനലുകളോട്. ഏകദേശം 50ഓളം വീഡിയോകൾ നമ്മൾ ഇട്ട് കഴിഞ്ഞു. നമ്മൾ കൊച്ചു കുട്ടികളിൽ നിന്ന് തുടങ്ങിയതാണെങ്കിലും ഇപ്പം വിവാഹബന്ധവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നമ്മൾ മുന്നോട്ട് പോയി. സാറേ, ഇന്ന് നമുക്കറിയേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഈ വിവാഹബന്ധത്തിന് വേണ്ടി താല്പര്യമില്ലാത്ത വരനെയും വധുവിനെയും പരസ്പരം വിവാഹത്തിന് നിർബന്ധിച്ച് ബന്ധുക്കളുടെ സമ്മർദ്ദത്തിന്റെ പുറത്ത് നടത്താറുണ്ട്. അപ്പൊ അത് മിക്കവാറും നമ്മൾ കണ്ടുവരുന്നതെല്ലാം പരാജയത്തിൽ അവസാനിക്കുന്നത്, വിജയത്തിൽ അവസാനിക്കുന്നില്ല. അപ്പൊ അതിനെപ്പറ്റി സാറിന്റെ അഭിപ്രായം എന്താണ്? ഈ സ്ത്രീയും പുരുഷനും പല പല വ്യത്യാസങ്ങളുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2500 വ്യത്യാസം. അതെ, അത് കൂടാതെ തന്നെ ചില വ്യത്യാസങ്ങളുണ്ട്. പേഴ്സണാലിറ്റിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ, വ്യക്തിത്വത്തിൽ വ്യത്യാസങ്ങൾ, വ്യക്തിത്വ വൈകല്യം എന്ന് പറഞ്ഞൊന്നുണ്ട്. ആ വ്യക്തിത്വ വൈകല്യത്തിൽ പ്രധാനമായിട്ടുള്ള 10 തരത്തിലുള്ള വ്യക്തിത്വ വൈകല്യമുണ്ട്. അത് ഷിസോട്ടിപ്പൽ എന്ന് പറയുന്ന 2 തരം വ്യക്തിത്വ വൈകല്യമുണ്ട്. ഇത്തരക്കാർക്ക് ഈ ഒരു വിവാഹത്തോട് വലിയ താല്പര്യം കാണില്ല. അപ്പോൾ അങ്ങനെ താല്പര്യം കാണാത്തവർക്ക് എന്ത് പറ്റും? ചിലർ ഇപ്പോൾ ഷിസോയിഡ് എന്ന് പറയുന്ന ആ വ്യക്തിത്വ വൈകല്യമുള്ളവർ എല്ലാ ജോലിയും ചെയ്യും, വീട്ടിലെ കാര്യമെല്ലാം നോക്കും, പക്ഷെ അവർക്കൊരു റൊമാൻറ്റിക് ലൈഫിനോട് ഇഷ്ടം കാണില്ല. ഏതൊരു പെണ്ണായാലും വിവാഹം എന്ന് പറയുന്ന ഒരു ലൈംഗിക ബന്ധവും കൂടി ചേർന്ന് വരുന്നതാണ്. അതിനോട് താല്പര്യം കാണില്ല. ഷിസോട്ടിപ്പൽ എന്ന് പറയുന്ന ആൾ ഈ ലോകത്തല്ല ജീവിക്കുന്നത്, അദ്ദേഹം വേറെ ചിന്തകളൊക്കെ അങ്ങനെ മാറിപ്പോകും. അതല്പം ഒരു മാനസിക രോഗവുമായിട്ടൊരു നമ്മൾ സാധാരണഗതി പറയത്തില്ലേ, എന്തോ ഒരു ചെറിയ കുഴപ്പമുണ്ട് എന്ന് പറയുന്ന ഗണത്തിൽപ്പെട്ട ആളുകളായിരിക്കും. ഇവരെ നമ്മൾ സാധാരണഗതിയിൽ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചായിരിക്കും വിവാഹം കഴിപ്പിക്കുന്നത്. പക്ഷേ ഈ നമ്മൾ ഒരു പ്രതീക്ഷയോടെ വളരെ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണുന്ന ഒരു പെൺകുട്ടി ആയിരിക്കും ഈ ആൾ വിവാഹം കഴിക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് എന്ത് പറ്റും? ആ പെൺകുട്ടിയോട് നീതി പുലർത്താനൊക്കത്തില്ല. അതുപോലെ തന്നെ ആ വീട്ടുകാരോട് സ്നേഹത്തോടെ ഇടപെടാനൊക്കത്തില്ല. അത് പ്രത്യേകിച്ച് ഷിസോട്ടിപ്പൽ എന്ന് പറയുന്നതാണ് സ്നേഹത്തോടെ ഇടപെടാൻ ബുദ്ധിമുട്ടായിട്ടുള്ളത്. മറ്റേ ഷിസോയിഡ് എന്ന് പറയുന്ന ആ പ്രശ്നമുള്ളവർക്ക് വീട്ടുകാർക്കൊക്കെ ഇഷ്ടമായിരിക്കും, പക്ഷെ പെൺകുട്ടിക്ക് മാത്രം ഇഷ്ടമായിരിക്കത്തില്ല. കാരണം ഒരിക്കലും അയാൾ റൊമാൻറ്റിക് ആയിരിക്കില്ല. റൊമാൻറ്റിക് ആകുന്നതല്ലേ ഏതൊരു പെൺകുട്ടി. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇത്തരം നിർബന്ധിച്ച് വിവാഹം കഴിക്കുന്നവർ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമുള്ളവരാണോ എന്ന് അറിയണം. അങ്ങനെ താല്പര്യമുള്ളവരെ കൊണ്ട് മാത്രമേ വിവാഹം കഴിപ്പിക്കാവൂ. അല്ലെങ്കിൽ അങ്ങർക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളെ കൊണ്ട് വിവാഹം കഴിക്കണം. വെറുതെ വിവാഹം ആഗ്രഹമല്ല, വിവാഹം കഴിക്കുകയും ആ ജീവിതം ആരോഗ്യകരമായി മുന്നോട്ട് നയിക്കുകയും അവരിൽ നിന്നുണ്ടാകുന്ന കുട്ടികളെ വളർത്താൻ താല്പര്യമുള്ള ആളുകളെ ആയിരിക്കണം വിവാഹം കഴിപ്പിക്കുന്നു. അല്ലാത്തവർ വിവാഹം കഴിക്കാതെ തന്നെ നിന്നോട്ടെ. നമുക്ക് അടുത്ത തലമുറ ആരോഗ്യപരമായ ഒരു ജീവിതം നയിക്കുന്ന തലമുറയായിരിക്കണം, അല്ലേ? അള്ളാഹ് വിചാരിച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു കുട്ടികളെ വളർത്താനും പോറ്റാനും കഴിവുള്ള ആളായിരിക്കണം ഒരു വിവാഹത്തിലേക്ക്. അതാണ് എനിക്ക് പറയാനുള്ളത്. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. അങ്ങനെ ഈ പങ്കാളികൾ തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെടാത്ത ചില സ്വഭാവങ്ങൾ കാണുമല്ലോ, അത് പ്രത്യേകിച്ച് തിരിച്ചറിയാൻ പറ്റത്തില്ല പലർക്കും. അപ്പൊ അതിന്റെ പേരിൽ പല അപാകതകളും പറ്റും. അപ്പൊ അതിനെപ്പറ്റി സാറേ എന്താണ് അതിന്റെ അഭിപ്രായം? ഈ നമ്മളൊരു വിവാഹബന്ധം എന്ന് പറയുമ്പോൾ വ്യത്യസ്ത കുടുംബങ്ങളിൽപ്പെട്ട 2 പേരാണ് ഒന്നിച്ച് ചേർന്ന് ജീവിക്കുന്നത്. അപ്പോൾ 2 വ്യത്യസ്ത കുടുംബങ്ങളുടെ ശീലങ്ങളായിരിക്കും അവർക്കുള്ളത്. പക്ഷേ എങ്കിലും ചില കാര്യങ്ങളിൽ ഇപ്പോൾ ചിലരാണെങ്കിൽ കുടുംബത്തിൽ വലിയ ആനയമ്പാരിയൊക്കെ ഉണ്ടെന്ന് പറയാം. പക്ഷേ ഈ കുടുംബ മഹിമ വന്നിട്ട് തൻ്റെ കുടുംബ മഹിമ തൻ്റെ പങ്കാളിയോട് വിളമ്പും. അപ്പോൾ വിളമ്പാൻ ഉദ്ദേശിക്കുന്നത് എന്താ? എനിക്കില്ലാത്തത് കൊണ്ടല്ലേ ഇദ്ദേഹം ഇത് വിളമ്പുന്നത്. ആ പെൺകുട്ടി അത് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ചില പുരുഷന്മാരാണെങ്കിലുണ്ടല്ലോ, എൻ്റെ ഭാര്യ എൻ്റെ അടിമയാകണം, ഞാൻ പറഞ്ഞത് കേട്ട് ജീവിച്ചോണം എന്ന് പറയും. അടക്കി ഭരിക്കൽ. അത് തിരിച്ചായാലും ഭർത്താവിനോടായാലും ഭാര്യയോടായാലും ഈ അടക്കി ഭരിക്കൽ അവരിഷ്ടപ്പെടുന്നില്ല. അത് ചിലപ്പോൾ തുറന്നു പറയത്തില്ല, പക്ഷേ എങ്കിലും മനസ്സുകൊണ്ട് അവർ ഇഷ്ടപ്പെടത്തില്ല. പിന്നെ അടക്കി ഭരിച്ചാൽ മാത്രമല്ല, ചിലപ്പോൾ അടിമയാക്കും. ഞാൻ പറഞ്ഞത് കേട്ട് കഴിഞ്ഞോണം, ജീവിക്കണമെങ്കിൽ. ചിലർ ഭർത്താവ് അന്വേഷിച്ചുകൊണ്ട് കൊടുക്കുന്നതായിരിക്കാം, അവളത് പ്രിപ്പയർ ചെയ്യുന്ന ഉണ്ടാക്കട്ടെ. പാചകം ചെയ്യുന്നതിനും കുട്ടികളെ നോക്കണമെങ്കിൽ അതും ജോലിയല്ലേ. മറ്റേ വെളിയിൽ പോയി ജോലി ചെയ്യുന്നതിന് കൂട്ടാലല്ല, അത് മനസ്സിലാക്കാതെ പെരുമാറും. അപ്പം പിന്നെ വേറെ ഒന്നുകൂടിയുണ്ട്, ചിലപ്പോൾ അമിത വിധേയത്വം എന്ന് പറയും. അമിത വിധേയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാത്തിനും ഈ ഭർത്താവിനെ ആശ്രയിക്കുക. അതുപോലെ തന്നെ എല്ലാത്തിനും ഭാര്യ വീട്ടുകാരെ ആശ്രയിക്കുക. എനിക്ക് നീ പോയി അത് മേടിച്ചുകൊണ്ട് പോവാ,
നീ ഇതിഞ്ഞെടുത്തുകൊണ്ട് പോവാ, നിന്റെ സ്വർണ്ണം എടുത്ത് പണയം വെക്കട്ടെ. ഇങ്ങനെയൊക്കെ ഉള്ളത് എപ്പോഴും പങ്കാളികൾക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. നല്ല ആണത്തമുള്ള ഉശിരമുള്ള എന്ന് നമ്മൾ പറയത്തില്ലേ, അങ്ങനെയുള്ള ഒരു പുരുഷനെയാണ് ആർക്കിഷ്ടം? ഒരു സ്ത്രീക്ക് ഇഷ്ടം. അതുപോലെ തിരിച്ചും അങ്ങനെയുള്ള കാര്യമാണ്. പുരുഷന് ഇഷ്ടമുള്ള വേറെ ചില കാര്യങ്ങളുണ്ട്. എളുപ്പത്തിൽ കിട്ടുന്നതിനോടൊന്നും അവന് കൂറില്ല. എല്ലാം എടുത്ത്, ഞാൻ സ്ത്രീകളോട് പറഞ്ഞാൽ എല്ലാം എടുത്ത് അവന് കൊടുക്കരുത്. അവൻ ഇച്ചിരിയൊക്കെ ഒന്ന് എളുപ്പത്തിൽ കിട്ടുക എന്ന് പറയുമ്പോൾ എന്താന്ന് മനസ്സിലായി. എളുപ്പത്തിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്തും ആകാം. അത് എളുപ്പത്തിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അവനൊന്ന് കാത്തിരുന്ന് അവൻ്റെ സ്നേഹത്തിൻ്റെ അല്ല മറ്റുള്ള കാര്യങ്ങളും അവൻ ആഗ്രഹിച്ച ശേഷം മാത്രമേ എന്തും അത് കൊടുക്കാവൂ. എന്ന് വെച്ചാൽ എല്ലാത്തിനും അങ്ങ് വിട്ടുകൊടുത്ത് കഴിയുമ്പോഴാണ് പുരുഷന്മാര് ഒരു വിലയില്ലാതെ അത് തന്നെ വില കൽപ്പിക്കുക. അതെ, അതെന്തും ആകാം. അത് ശ്രോതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കട്ടെ എന്തായിരിക്കണം, അവർ തന്നെ കണ്ടെത്തിക്കോട്ടെ. ഒരു കുട്ടി എന്നായാലും പെട്ടെന്ന് ആവശ്യപ്പെട്ടാൽ കൊടുക്കരുതെന്നല്ലേ മാനസികമായ ശാസ്ത്രം പറയുന്നത്. അതെ. ഒരു കുട്ടി എന്താ ചോദിക്കുന്ന എല്ലാം എടുത്തു കൊടുത്താൽ ആ കുട്ടി എന്തായാലും ധാരാളിയായി മാറുന്നു. അതെ, അത് തന്നെയാണ്. ഇത് ഏത് കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ്. അപ്പം ഈ സ്ത്രീകൾ അത് ആലോചിക്കണം. എൻ്റെ ഭർത്താവല്ലേ ചോദിക്കുന്നതിന് തന്നെ ഒരു അല്പം അതിന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ ഒരു നിഷേധഭാവം അല്ല, ഒരു സ്നേഹഭാവം അവിടെ ഉണ്ടാകണം. ഇതാണ് എനിക്ക് പറയാം. യുക്തി നമ്മൾ വിവാഹത്തിലേക്ക് കടന്നു വരുന്ന നവദമ്പതികൾ പരസ്പരം അവര് ഈ മുൻകാല കാര്യങ്ങൾ ചെകയുന്ന ചില പ്രവണതകളുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഒരു നന്മയുണ്ടോ? അതിന്റെ ഭവിഷ്യത്ത് എന്താണ്? മുൻകാല ചരിത്രം ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോഴാണ് അതിൻ്റെ ഒരുപാട് കുഴപ്പം. ഇപ്പം അത്ര വരുന്നില്ല. കാര്യം എന്താണെന്നറിയാമോ? വിവാഹം കഴിച്ച് നിശ്ചയം കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരും ഫോണിൽ സംസാരിച്ചു തുടങ്ങുന്നു. അപ്പോൾ എന്തെന്ന് വെച്ചാൽ നേരത്തെ അങ്ങനെയല്ല. വിവാഹം കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് എന്തോന്ന് വെച്ചാൽ വിവാഹത്തിൽ ഇവർ തമ്മിൽ അടുക്കുമ്പോൾ ഈ മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. ഒരാളോടൊരു അടുപ്പം വെച്ചാൽ പിന്നെ മറച്ചു വെക്കാൻ ഒന്നും കാണത്തില്ല. അപ്പൊ കാണാതെ വരുമ്പോ എല്ലാം അങ്ങ് തുറന്നു പറയും. അപ്പൊ ആദ്യത്തെ സ്നേഹത്തിന്റെ പ്രസരിപ്പിലെല്ലാം അങ്ങ് തുറന്നു പറയും. തുറന്നു പറയുമ്പോഴൊരു വിഷമമുണ്ട്. കാര്യം ഈ കോളേജിൽ പഠിച്ചപ്പോൾ നിനക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. നിനക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹം ആദ്യമേ ഒരു കാര്യം പറയും, ഞാൻ കോളേജിൽ ഇരുന്നപ്പോൾ ഒരു പെണ്ണിനെ പ്രേമിച്ചിരുന്നു, അവൾ പിന്നെ ഇതായിപ്പോയി എന്നൊക്കെ പറയുന്ന കഥ പറയും. അപ്പോൾ നിനക്കെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ ഈ പെൺകുട്ടി, ഈ ഒന്നും അറിയാൻ വയ്യാത്ത പെൺകുട്ടി ഇല്ലാത്ത ഒരു കഥയും കൊണ്ടായിപ്പോൾ ചെറുതായിട്ട് വെറുതെ എന്തോ ഒന്ന് കാണത്തേ ഉള്ളൂ. അതങ്ങനെ പറയുമ്പോൾ പിന്നെങ്ങനെയാന്ന് ചോദിച്ച് കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചു നോക്കും. അന്നേരം ഒന്നും പറയത്തില്ല. ഇതെല്ലാം നല്ല റെക്കോർഡ് ചെയ്ത് എൻ്റെ കൂട്ട് നമ്മുടെ മൊബൈലിനേക്കാൾ കൂടുതൽ നന്നായിട്ട് റെക്കോർഡ് ചെയ്തത് ഹാർഡ് ഡിസ്കിൽ സൂക്ഷിച്ചു നോക്കും. ഇതേതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അന്നേരം എനിക്കറിയാം, നീ പറഞ്ഞില്ലയോ, അവൻ അങ്ങനെ കുഴപ്പം. അപ്പം ഒരിക്കലും ഒരു ദാമ്പത്യ ബന്ധത്തിൽ അരുതാത്തതൊന്നും പറയരുത്. അപ്രിയ സത്യങ്ങൾ ഒരിക്കലും പറയരുത്. തൻ്റേതായ ഒരു രഹസ്യം എപ്പോഴും ഉണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു പോകാം, നമ്മുടെ ബന്ധുക്കളിൽ നമ്മൾ നടന്നു പോകാം, നമ്മുടെ വീടുകളിൽ നടന്നു പോകാം. അതൊന്നും വിവാഹം കഴിയുന്നതോടെ എല്ലാം അങ്ങ് ഭർത്താവിനോട് പറയേണ്ട കാര്യമില്ല. വേണ്ടതും അതിന് വേണ്ടിയിരിക്കുന്നതുമായ കാര്യങ്ങൾ പറയണം. അത് ചിലപ്പോൾ പറയണം, വീട്ടിലെ എന്തെങ്കിലുമൊക്കെ ഉള്ള ചില കാര്യങ്ങൾ പറയണം. പക്ഷേ എല്ലാം അങ്ങ് തുറന്നിടുന്ന വ്യക്തിപരമായ മോശം കാര്യങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞു പഠിപ്പിച്ചാൽ എന്തെങ്കിലും ഒരു നീരസം വരുമ്പം ഇതായിരിക്കും ആദ്യം എടുത്തിടുന്നത്. അയ്യോ, ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ എന്ന രീതിയിൽ പിന്നെ ഖേദിക്കേണ്ടി വരും, നമുക്കെതിരെ വരും, പിന്നെ ഖേദിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് പറയരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സാർ ആദ്യമേ പറഞ്ഞില്ലേ, വിവാഹം പണ്ടൊക്കെ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷമാണ് സംസാരിക്കുന്നത്. അതെ. ഇന്ന് നിശ്ചയം ആലോചന തുടങ്ങുന്നത് മുതൽ മൊബൈലിൽ അങ്ങ് കൊടുത്ത് പരസ്പരം സംസാരമാണ്. അതൊരുപാട് ഭവിഷ്യത്തിൽ പോകുന്നു സാർ. അതിലുപരി ഇസ്ലാമിക നിയമം എന്ന് പറഞ്ഞാൽ ഒരു അന്യ പെണ്ണും പുരുഷനും സംസാരിക്കുന്നതിന് നിക്കാഹിന് ശേഷമേ പാടുള്ളൂ. പക്ഷേ അതൊക്കെ ഇന്ന് തകിടം മറിഞ്ഞ് കിടക്കുന്ന കാലഘട്ടം, ഒന്നും പറയാനൊക്കാത്ത അവസ്ഥ. അപ്പം ഇതിന്റെ ദീനീപരമായ ആ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നിടത്തൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പ്രതീക്ഷിക്കാനൊക്കത്തില്ല. ഇന്നത്തെ കാലത്ത് നമുക്ക് ദീനീപരമായ ആ ചിട്ടകളിലൂടെ പോകുന്നത് വളരെ തുച്ഛമെന്നേ നമുക്ക് പറയാം. അല്ല, ഞാനിപ്പോ ഇത് പറഞ്ഞപ്പോ സാർ അത് പറഞ്ഞപ്പോഴും അതിന്റെ ഒരു തിരുത്തലും കൂടെ വേണമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ ഒരു വിവാഹം എന്താന്ന് പറഞ്ഞാൽ വരന്റെയും വധുവിന്റെയും വിവാഹ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ആകാംക്ഷയോടെ തുടങ്ങുന്ന ഒരു ബന്ധമാണിത്. ആ ബന്ധം അവസാനം ഒരു വല്ലാത്ത ഒരു പ്രശ്നത്തിൽ അവസാനിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതിലേക്ക് പോകാതിരിക്കാൻ എന്താണ് ഒരു പ്രതിവിധി? ഒന്ന്, അതിന് ചെറിയ കൊച്ചു കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യം വിവാഹ ബന്ധങ്ങൾ
തുടങ്ങുന്നത് വിവാഹത്തോടെയാണ് അല്ലേ? അതെ. ആദ്യ ദിനം. അപ്പൊ ആദ്യ ദിനത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഈ ചെറുക്കനും പെണ്ണുമാണ് അന്നത്തെ താരം അല്ലേ? എല്ലാവരുടെയും ശ്രദ്ധ ആരിലായിരിക്കും? ഈ ചെറുക്കനും പെണ്ണും. അതെ, അവരാണല്ലോ അതിന്റെ. അതെ. അപ്പോൾ ഈ പെൺകുട്ടി ഒരു കാര്യം ചെയ്യണം. വിവാഹത്തിന് മുമ്പ് ചെറുക്കൻ്റെ വളരെ അടുപ്പമുള്ളവര്, ഉമ്മ, വാപ്പ, സഹോദരന്മാര്, നാത്തൂന്മാര്, അവരെ കുറിച്ചൊക്കെ ഒരു അറിവ് ശേഖരിച്ചു വെക്കണം. അവരുടെയൊക്കെ പടം ഉണ്ടെങ്കിൽ പടം കണ്ടുവയ്ക്കണം. അപ്പോൾ കല്യാണത്തിൻ്റെ സമയത്ത് വളരെ ബഹളത്തിനിടയിലായിരിക്കും ഇവർ വന്ന് പരിചയപ്പെടുന്നത്. പക്ഷെ പരിചയപ്പെട്ടിട്ട് അടുത്തൊരു ദിവസം ഇവർ കാണുമ്പോൾ ഇവരെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് വലിയ പ്രശ്നമായിരിക്കും. എന്ന് വെച്ചാൽ ഏറ്റവും കടമപ്പെട്ടവരാ. അതെ കഥാപ്രാസംഗികനെ എല്ലാവർക്കും അറിയാം, പക്ഷെ പ്രാസംഗികൻ ആരെങ്കിലും അറിയുമോ? അല്ലല്ല. അതുപോലെ ആണ് ഈ കാര്യം. അപ്പോൾ പെൺകുട്ടിയുടെ ഒരു ചുണയാണ് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുക. അതുപോലെ അടുത്ത ദിവസം വീടുകളിലേക്കൊക്കെ കഴിക്കും, ഞാൻ കണ്ടിരുന്നു, അന്ന് സംസാരിച്ചല്ലോ എന്നൊക്കെ പറയും. ആര് സംസാരിച്ചാലും സംസാരിച്ചില്ലേലും വരുന്നയാളും ഇരിക്ക് ചായ കുടിക്കാം എന്നൊക്കെ ഒന്ന് പറയും. ആരും ആയിക്കൊള്ളട്ടെ, നമുക്ക് ആ ബന്ധം ചിലപ്പോൾ തിരിച്ചറിയില്ല. നേരത്തെ തിരിച്ചറിഞ്ഞു വെച്ചാൽ നല്ലത്. ഇന്നിപ്പം വീഡിയോയും ഫോട്ടോയും ഒക്കെ ഉള്ളത് കൊണ്ട് പരസ്പരം അറിയാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഉറപ്പിച്ചു വെക്കണം. പിന്നെ ഒന്നുള്ളത്, ഈ എന്തെങ്കിലും ഒരു ചെറിയ പരിഗണനക്കുറവ് ഇവർക്ക് വന്നു പോയാലോ അവളാളിച്ചിരി ഇതാണ്. അതെ. അപ്പൊ ഇത് വളരെ പ്രത്യേക കുട്ടികളാണ്. പിന്നെ ഇനി ആൺ കുട്ടികളുടെ കാര്യം പറഞ്ഞാൽ പഴയ കാലത്ത് ഒരുപാട് ഈ വിവാഹത്തിന് മുമ്പ് ഒരുപാട് കൂട്ടുകാരുമായിട്ട് അടുപ്പമായിരിക്കും. പക്ഷെ ഈ അടുപ്പം ഈ വിവാഹം കഴിഞ്ഞാലും നീട്ടിക്കൊണ്ട് പോകും. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടി വിചാരിക്കുന്നത് എങ്ങനെ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ ഹസ്ബൻഡ് വീട്ടിൽ വരും, അദ്ദേഹത്തോട് സംസാരിച്ചിരിക്കാവുന്ന, അദ്ദേഹം അവരവിടെ പിടിച്ച് നിർത്തും, കൂട്ടുകാരവിടെ പിടിച്ച് കവലെ നിർത്തി അവിടെ ചെന്ന് സംസാരിച്ച് ചായ കഴിച്ച് 10-11 മണിയായിട്ടാണ് വരുന്നത്. അങ്ങനെ കേസുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു നീരസം വരും, എന്നോടൊരു പരിഗണനക്കുറവ്. അപ്പോൾ മറ്റവരെയും വിടാൻ വയ്യ, പുതിയ ഇതേം വിടാം. അപ്പോൾ ആദ്യമായി ഓർക്കേണ്ടത്, ഞാനൊരു വിവാഹിതനാകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം തന്നെ വരണം, ശരിയായിട്ടൊരു മാറ്റം വരണം. അപ്പം വിവാഹിതനാകുന്നതോടെ ഒരു ഘട്ടം തീരുകയാണ്. അപ്പം തൻ്റെ പങ്കാളിയോടുള്ള അടുപ്പമാണ് വേണ്ടിയിരിക്കുന്നത്. ആ അടുപ്പത്തിനനുസരിച്ച് ഒരു ജീവിതചര്യയാണ് വേണ്ടത്. പഴയ കൂട്ടുകാരെ കൂട്ടരുത്. ഇപ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ ടൂർ പോകും. ടൂർ ഭാര്യയോട് വെറുതെ ചോദിക്കും വരുന്നുണ്ടോ, കൂട്ടുകാരുടെ കൂടെ ഭാര്യയെ മാത്രമായിട്ട് കൊണ്ടുപോകാനൊക്കത്തില്ല, അവരുടെ ഭാര്യമാർ വരത്തില്ല. ഇദ്ദേഹം വേറൊരു സ്ഥലത്ത് ചെന്നിരുന്നിട്ട് അവിടുന്ന് ഫോട്ടോ സെൽഫിയൊക്കെ എടുത്തിട്ട് ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കും. ഈ ഭാര്യയ്ക്ക് എന്ത് തോന്നും? അതെ, അത് ഭയങ്കരമായ വിഷമം, പ്രത്യേകിച്ച് വിവാഹ ബന്ധത്തിലേക്ക് കടന്നു തുടങ്ങി. അപ്പോൾ അത്തരം കാര്യങ്ങൾ അറിയാനൊക്കത്തില്ല. അപ്പം നമുക്ക് ഈ സ്നേഹബന്ധം നിലനിൽക്കണമെങ്കിൽ അല്പം റൊമാൻറ്റിക് ചിന്തയായിരിക്കണം. റൊമാൻറ്റിക് ചിന്ത എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹം ഇരുവരും പങ്കിടുന്നു എന്ന ആ തോന്നൽ അവർക്കുണ്ടാകണം. എൻ്റെ പങ്കാളി, എനിക്ക് വിവാഹത്തോടെ എനിക്കൊരു പുതിയൊരു ജീവിതം കിട്ടി, ഇനി ഞാൻ കാത്തിരുന്ന, എൻ്റെ മനസ്സിൽ കണ്ട ആ ആളിനെയാണ് എനിക്ക് കിട്ടിയത് എന്ന് ആ പെൺകുട്ടിക്ക് തോന്നണം, അല്ലെങ്കിൽ അതുപോലെ പുരുഷനും തോന്നണം. അത് തോന്നിപ്പിക്കലാണ് നമ്മളുടെ ഈ ജീവിതം മുന്നോട്ട് പോകാൻ ഏറ്റവും വേണ്ടിയിരിക്കുന്ന മർമ്മപ്രധാനമായ കാര്യം. അൽഹംദുലില്ലാഹ്, സാറ് ഈ ഓരോ ചർച്ചകളും നമ്മുടെ മുന്നിൽ വെക്കുന്നത് ആയിരക്കണക്കിന് ദമ്പതികൾക്ക് കൗൺസിലിങ്ങിലൂടെ വളരെ ആശ്വാസം നൽകിയതും ഇന്നും കോടതികളിലും മറ്റുള്ള കേസുകളൊക്കെ സാറിൻ്റെ പരിഗണനയിലേക്കാണ് വിടുന്നത്. അപ്പോൾ അതിനൊക്കെ അനുഭവ സമ്പത്തുകളാണ് നമ്മൾ പങ്കുവെക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഇതിനകത്തൊക്കെ ഒരുപാട് നമ്മൾ മൂല്യവത്തായ അറിവുകൾ നേടി നമ്മുടെ ഓരോ കുടുംബ ജീവിതവും സന്തോഷപ്രദമാക്കണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.